കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെ ഒട്ടുമിക്ക ലീഗുകളിലും ചാമ്പ്യന്മാരുടെ ഒരു ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്, ഇറ്റാലിയൻ ലീഗിൽ ഒഴിച്ച്. കഴിഞ്ഞ ദിവസം ഡച്ച് ലീഗിൽ PSV അജാക്സിനെ പിന്തള്ളി PSV ചാമ്പ്യന്മാരായിരിക്കണം. കഴിഞ്ഞൊരു 5 മാച്ച് നോക്കുകയാണെങ്കിൽ അജാക്സ് ആയിരുന്നു ഒരു 5 പോയിന്റ് ലീഗിലേക്ക് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു. അവസാന നിമിഷം ഇപ്പം അജാക്സിനെ പിന്തള്ളി PSV ചാമ്പ്യന്മാരായിരിക്കണം. അതും ഒരു പോയിന്റ്, ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെന്റ് എന്ന് വേണം പറയാം അജാക്സിനെ സംബന്ധിച്ച്. കാരണം 78 പോയിന്റാണ് അജാക്സിനുള്ളത് രണ്ടാം സ്ഥാനത്ത്. പക്ഷേ 79 പോയിന്റുമായി ഒറ്റ പോയിന്റോടെ PSV ഡച്ച് ലീഗിന്റെ ചാമ്പ്യന്മാരായിരിക്കണം. മറ്റൊരു നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ ലീഗിൽ ഇതേപോലെ തന്നെ അവസാനത്തെ നിമിഷം ബെനിഫിക്കയ്ക്ക് ഒരു സമനിലയിൽ പിരിഞ്ഞുകൊണ്ട് 80 പോയിന്റുമായി അവർക്ക് രണ്ടാം സ്ഥാനത്ത് നിലനിൽക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ 82 പോയിന്റുമായി സ്പോർട്ടിംഗ് ലിസ്ബൺ ചാമ്പ്യന്മാരായിരിക്കണം, പോർച്ചുഗലിലെ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. മറ്റൊരു നോക്കുകയാണെങ്കിൽ ഇനിയും ചിത്രം തെളിയാത്ത ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നിൽക്കുന്ന ഒരു ലീഗാണ് ഇറ്റാലിയൻ ലീഗ്. ഇറ്റാലിയൻ ലീഗിൽ കഴിഞ്ഞ ദിവസം ഇന്ററും നപ്പോളിയും സമനിലയ്ക്ക് ഒരുങ്ങിയിട്ട്, ഇന്റർ ആണെങ്കിൽ ആശയമായിട്ട് ഒരു 2-2 എന്ന സ്കോർ ലൈനിലാണ് സമനില പിരിഞ്ഞത്. പാർമയോടാണ് നപ്പോളി ഗോൾ രഹിത സമനില പിരിഞ്ഞത്. അങ്ങനെ ഇപ്പം അവസാനത്തെ ദിവസത്തെ ആ ഒരു മാച്ച് തീരുമാനിക്കും ആരായിരിക്കും ഇറ്റാലിയൻ ലീഗിനെ ചാമ്പ്യന്മാരാവുക. ഇന്ററെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫാബ്രിഗാസിന്റെ കോമയുമായിട്ടാണ് അവസാന മത്സരം. അപ്പം നെപ്പോളിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാലിഗേറിയുമായിട്ടാണ് അവസാന നിമിഷത്തെ ആ മത്സരം വരുന്നത്. ഇരുവരും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം എന്ന് പറയുന്നത് ഒരു പോയിന്റാണ്. കാരണം നെപ്പോളിക്ക് 79 പോയിന്റാണ്, ഇന്ററിന് 78 പോയിന്റാണ്. അപ്പൊ അവസാനത്തെ മാച്ച് വീക്ക് തീരുമാനിക്കും ഇറ്റാലിയൻ ലീഗിലെ ചാമ്പ്യന്മാർ ആരായിരിക്കുമെന്ന്. മറ്റൊരു നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ചാമ്പ്യന്മാർ നേരത്തെ തെളിഞ്ഞതാണ്, ലിവർപൂൾ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഒരു ടോപ്പ് 5 വേണ്ടിയുള്ള ബാറ്റിൽ ഇപ്പോഴും നടക്കുകയാണ് പ്രീമിയർ ലീഗിനെ സംബന്ധിച്ച്. അവസാനത്തെ മാച്ച് വീക്കിലാണ് ആരൊക്കെ അടുത്ത ചാമ്പ്യൻ ലീഗിലേക്ക് കടക്കുക എന്ന് തീരുമാനിക്കപ്പെടുന്നതാണ്. നോക്കുകയാണെങ്കിൽ 3-ാം സ്ഥാനവും 7-ാം സ്ഥാനവും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം വെറും 1 പോയിന്റാണ്. 3-ാം സ്ഥാനത്തുള്ള ന്യൂകാസലിന് 66 പോയിന്റാണ്. അതേപോലെ 4-5 സ്ഥാനത്തുള്ള 4-ാം സ്ഥാനത്ത് ചെൽസിക്ക് 66 പോയിന്റാണ്. 5-ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയ്ക്ക് 66 പോയിന്റാണ്. ഒരു ഗോളിന്റെ ഡിഫറൻസിലാണ് ആ സ്ഥാനങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അതേസമയം 6-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് 65 പോയിന്റാണ്. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് നോക്കിയാൽ അവർക്ക് ഇനി 2 കളിയുണ്ട്. പക്ഷേ രണ്ടും ട്രിക്കി ഒപ്പോണന്റ് ആണ്. കാരണം അടുത്ത കളിയെ AFC ബോൺമൗത്തുമായിട്ടാണ് അടുത്ത മാച്ച് വരുന്നത്. അതിനുശേഷം ഫുൾഹാമുമായിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാച്ച് വരുന്നത്. 65 പോയിന്റുമായി 6-ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത്. അതേസമയം നോക്കുകയാണെങ്കിൽ 65 പോയിന്റുമായി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 7-ാം സ്ഥാനത്താണ്. നമുക്ക് അറിയാം ഒരു സീസന്റെ ഒരു പകുതി വരെ, സീസണിന്റെ 30% നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 3-ാം സ്ഥാനത്ത് നിന്ന ഒരു ടീമായിരുന്നു. പക്ഷെ അവസാനത്തെ റൗണ്ടുകളിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് അവർക്ക് ഇപ്പോൾ 7-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നിരുന്നു. എങ്കിലും അവർക്ക് ഇതേപോലെ ഒരു ഹോപ്പ് ഉണ്ട്, ഒരു 3 പോയിന്റ് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് അടുത്ത വർഷത്തെ യൂറോപ്പ ലീഗിൽ അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ ലീഗ് എന്ന സ്പോട്ട്, ഒരു സ്വപ്നം അവരിൽ ഇനിയും ബാക്കിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തമായ ഒരു ചാമ്പ്യൻ ലീഗിന്റെ സ്പോട്ട് ഇതുവരെയും പ്രീമിയർ ലീഗിൽ ഇതുവരെയും ആയിട്ടില്ല. അപ്പോൾ അവസാനത്തെ മാച്ച് വീക്കിൽ അറിയാം ആരൊക്കെ ചാമ്പ്യൻ ലീഗിൽ കടക്കുമെന്ന്. മറ്റൊരു നോക്കുകയാണെങ്കിൽ ഇന്നലെ ലലീഗയിൽ ബാർസലോണ വില്ലാറിലുമായിട്ട് 2-3 എന്ന സ്കോറിൽ തോറ്റിരിക്കുന്നു. പക്ഷേ എങ്കിലും അവർക്കൊരു പ്രശ്നമല്ല. കാരണം എസ്പാനിയലുമായിട്ടുള്ള മാച്ചിൽ അവർ വിജയിച്ച് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ വില്ലാറിലാണ് ഫസ്റ്റ് ഒരു ഗോൾ നേടുന്നത്. പക്ഷേ ബാർസലോണയുടെ ഒരു ഹൈലൈനിലാണ് ആ 2 ഗോളുകളും വരുന്നത്. ഇപ്പോൾ ഈ സീസണിലാണോ തോന്നുന്നു ബാർസലോണ ഇത്ര ഹൈലൈനിൽ ഇട്ട് കളിക്കുന്നത്. പക്ഷേ ചില കളികളിൽ വിജയിച്ചു, പക്ഷെ ഇന്നലത്തെ കളിയിൽ എന്തായാലും അത് പരാജയപ്പെട്ടു. കാരണം ആ കൂടി വില്ലാറൽ 3 ഷോട്ടുകളാണ് അടിക്കുന്നത്. അതും 2 എണ്ണം ആ ഹൈലൈനിലെ മിസ്റ്റേക്കിലൂടെയാണ് വരുന്നത്. മൂന്നാമത്തെ ഒരു എന്താ പറയുക, ഒരു ബിൽഡപ്പിൽ നിന്നാണ് ആ 3ാമത്തെ ഗോൾ നേടുന്നത്. ഫസ്റ്റ് വില്ലറിലാണ് IOC പെരസ് വഴി ഗോൾ നേടുന്നത്. അങ്ങനെ രണ്ടാമത് ബാർസലോണ ഒരു ലാമിൻ യമാലിന്റെ ഒരു വണ്ടർ സ്ട്രൈക്കിലൂടെ, കഴിഞ്ഞ എസ്പാനിയലുമായിട്ടുള്ള മാച്ച് നമ്മൾ കണ്ടത് അതേ സെയിം സ്ട്രൈക്ക്, അതേ ഒരു സെയിം എഡ്ജിൽ നിന്നാണ് ലാമിൻ യമാൽ ആ ഒരു കോപ്പി പേസ്റ്റ് ഗോൾ എന്ന് വേണം പറയാം, ഒരു സൂപ്പർ ഗോൾ നേടുന്നത്. അതിനുശേഷം ഫെർമിൻ ലോപ്പസിന്റെ ഒരു സമനില, അതും ഒരു സൂപ്പർ എഡ്ജിന്റെ പുറത്ത് നിന്ന് അടിക്കുന്ന ഒരു ഷോട്ടിൽ നിന്ന് ഫെർമിൻ ലോപ്പസ് ഒരു ഗോൾ നേടുന്നുണ്ട്. അങ്ങനെ 2-1 എന്നൊരു സ്കോർ ലൈനാണ് ആദ്യ പകുതി കഴിയുന്നത്. അങ്ങനെ രണ്ടാമത്തെ പകുതിയിൽ ആ ഒരു ഹൈലൈനിന്റെ മിസ്റ്റേക്കിൽ നിന്ന് വില്ലറിയൽ 2ാമത്തെ ഗോൾ നേടുന്നുണ്ട്. 3ാമത്തെ ഗോൾ ഒരു ബിൽഡപ്പിൽ നിന്ന് വില്ലറിയൽ ആ സമനില വിജയ ഗോൾ നേടുന്നത്. അങ്ങനെ വില്ലറിയൽ പറയുകയാണെങ്കിൽ ചാമ്പ്യൻ ലീഗിന്റെ യോഗ്യത നേടിയിരിക്കുകയാണ്. കാരണം റയൽ ബെറ്റിസിന് ഇതേപോലെ ഒരു ചാമ്പ്യൻ ലീഗിന്റെ സ്വപ്നമുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം അത്ലറ്റികോ മാഡ്രിഡുമായിട്ടുള്ള മാച്ചിൽ 4-1 അവർ തോറ്റിരിക്കുന്നു. അതും അത് പറയാം അൽവാരസിന്റെ ഒരു സൂപ്പർ ഗോള് അത് നമ്മൾ കണ്ടത്. ഇന്നലെയൊക്കെ നോക്കിയാണെങ്കിൽ സ്പെയിൻ ലീഗിൽ മൊത്തത്തിൽ വണ്ടർ ഗോളുകൾ പിറന്നിരുന്നത്. കാരണം റയൽ മാഡ്രിഡ് ഇന്നലെ സെവില്ലയുമായിട്ടുള്ള മാച്ചിൽ 2-0 വിജയിച്ചിരിക്കുന്നു. കാരണം അവിടെയും എംബാപ്പയുടെ ഒരു വണ്ടർ ഗോൾ, ഇതേപോലെ എഡ്ജിന്റെ പുറത്തുനിന്ന് എംബാപ്പയ്ക്ക് ഒരു ഷോട്ട് ഗോളാവുന്ന ഒരു സൂപ്പർ ഗോള്.
പിന്നെ അടുത്ത ഗോൾ സ്കോർ ചെയ്യുന്ന വെച്ചാൽ ബെല്ലിംഗ്ഹാം വഴിയാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത്. പക്ഷേ അതിനുശേഷം സെലിബ്രേഷൻ ഒന്നും വരുന്നില്ല. കാരണം ചാമ്പ്യന്മാരായി ബാർസലോണ കഴിഞ്ഞ കളിയിൽ തന്നെ ചാമ്പ്യന്മാരായി ചാമ്പ്യൻ പട്ടം നേടിയിരിക്കുന്നു. പക്ഷേ ആ ഒരു ഇത് കൊണ്ടായിരിക്കാം ആ ഒരു ഗോളിന്റെ സെലിബ്രേഷൻ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് 15ാമത്തെ മിനിറ്റ് ആണെന്ന് ലോയിക് ബയഡേന്റെ ഒരു റെഡ് കാർഡ് കിട്ടി പുറത്തു പോകുന്നു സെവില്ല ആ ഒരു മാച്ച് എംബാപ്പേനെ ഫൗൾ ചെയ്യുന്നതിന്. ആ ഒരു റെഡ് കാർഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നമ്മളെ എൽ ക്ലാസിക്കോ മാച്ചിൽ ഇതേപോലെ ചൗമേനിക്ക് ഒരു റെഡ് കാർഡിന് സെയിം ഇൻസിഡന്റ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. അവിടെ ചൗമേനിക്ക് അവിടെ യെല്ലോ കാർഡാണ് നൽകുന്നത്. പക്ഷെ അതേസമയം ഇന്നലത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡയറക്റ്റ് റെഡ് കാർഡാണ് അവിടെ റഫറി വിധിക്കുന്നത്. എന്തുകൊണ്ട്? അതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. നമുക്കതൊക്കെ വിടാം. കഴിഞ്ഞ കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ. കാരണം ഇപ്പൊ അവിടെ എന്തായാലും ഒരു ചാമ്പ്യന്മാരായി ബാർസലോണ അവിടെ വന്നിരിക്കുകയാണ്. അപ്പം അതൊന്നും നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല. നമുക്ക് എന്തായാലും നെക്സ്റ്റ് സീസൺ വേണ്ടിയിട്ടാണ് ഇനി ഓരോ ടീമുകൾ അവരുടെ ബിൽഡപ്പ് ഇപ്പോഴേ ആരംഭിച്ചിരിക്കുകയാണ്. കാരണം റയൽ ബാർസലോണ ആയിരുന്നാൽ ഇപ്പൊ അവർക്ക് വേണ്ട പൊസിഷനിൽ അവർ ഇങ്ങനെ സ്കൗട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റയൽ ഇന്നലത്തെ കളി വിജയിച്ചിരിക്കുകയാണ്. 81 പോയിന്റ് 2ാം സ്ഥാനത്താണ്. ബാർസലോണ ഇന്നലെ കളി തോറ്റിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഹോം ഗ്രൗണ്ടിൽ അവരുടെ ട്രോഫി ലലീഗ കിരീടം ഇന്നലെ ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സൂപ്പർ മാച്ചുകളാണ് ഇന്നലെ കഴിഞ്ഞു പോയത്. അതും പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ഫോട്ടോ ഫിനിഷ്, ഒരു ചാമ്പ്യൻ ലീഗിന്റെ യോഗ്യതയ്ക്ക് വേണ്ടിയുള്ള മാച്ചുകളാണ് ഇപ്പോഴും നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇടത്തിൽ ഇറ്റാലിയൻ ലീഗിൽ അവസാനത്തെ മാച്ചിലായിരിക്കും ഇറ്റാലിയൻ ചാമ്പ്യന്മാർ ആരാകുക എന്നൊരു ചിത്രം തെളിയേണ്ടത്. ഇപ്പോൾ സൂപ്പർ മാച്ചുകൾ വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം.